നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. സ്വാർത്ഥ താല്പര്യങ്ങൾക്ക് വേണ്ടി പെട്ടെന്നുള്ളൊരു പ്രകോപനത്തിൽ സ്വന്തം ഭാര്യയെയും ഭർത്താവിനെയും മക്കളെയും അല്ലെങ്കിൽ മുത്തശ്ശിനെയും മുത്തശ്ശിയൊക്കെ കൊല്ലുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മളിപ്പോൾ ജീവിക്കുന്നത്. നമ്മുടെ ഏറ്റവും അടുത്ത രക്തബന്ധത്തിലുള്ള ആളുകളെ പോലും ഇന്ന് കൊല്ലാൻ മടിയില്ലാത്ത ഒരു ലോകം. ആ ലോകത്ത് ഇന്ന് സ്വന്തം ഭർത്താവ് മരിച്ചു, ആ ഭർത്താവിന് അന്ത്യചുംബനം നൽകുമ്പോൾ സങ്കടം അണപൊട്ടി ഒഴുകി ഒരു ഭാര്യയും അവിടെ മരിച്ചു വീഴുന്ന വാർത്തയാണ് പുറത്തു വന്നിരിക്കുന്നത്. ഭർത്താവിന് അന്ത്യചുംബനം നൽകിയ ഉടൻ കുഴഞ്ഞു വീണ് ഭാര്യയും മരിച്ചിരിക്കുകയാണ്. ഒരു നാടിനെ, കുടുംബത്തെയും മൊത്തം ദുഃഖത്തിൽ ആഴ്ത്തിക്കൊണ്ടാണ് 2 മരണങ്ങൾ സംഭവിച്ചിരിക്കുന്നത്. പാല പുത്തൻ പള്ളിക്കുന്ന് വാഴയിൽ കുര്യൻ ജോസഫിൻ്റെ, അദ്ദേഹത്തെ കുര്യച്ചൻ എന്നായിരുന്നു എല്ലാവരും സ്നേഹത്തോടെ വിളിച്ചിരുന്നത്. അദ്ദേഹത്തിന് 73 വയസ്സായിരുന്നു പ്രായം. അദ്ദേഹത്തിൻ്റെ സംസ്കാര ശുശ്രൂഷയുടെ ആദ്യ ഭാഗം വസതിയിൽ പൂർത്തിയായപ്പോൾ അന്ത്യചുംബനം നൽകാൻ എണീറ്റതാണ് ഭാര്യ ഷേർലി കുര്യൻ. 71 വയസ്സാണ് അദ്ദേഹത്തിൻ്റെ ഭാര്യയ്ക്ക് പ്രായം. എന്നാൽ അന്ത്യചുംബനം നൽകി ഉടൻ തന്നെ ഭാര്യ ഷേർലി കുഴഞ്ഞു വീഴുകയായിരുന്നു. ഉടൻ അവിടെയുള്ള എല്ലാവരും കൂടി ചേർന്ന് ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും രക്ഷിക്കാനായില്ല. 15-ാം തീയതി ഉച്ചയോടെയാണ് കുര്യച്ചൻ മരിച്ചത്. ഇന്നലെ രാവിലെ 11-നാണ് വസതിയിലെ ശുശ്രൂഷകൾ പൂർത്തിയാക്കി മൃതദേഹം പള്ളിയിലേക്ക് എടുക്കുന്നതിന് തൊട്ടു മുമ്പാണ് ഭാര്യ ഷേർലിയും കുഴഞ്ഞു വീണത്. കേരള കോൺഗ്രസ് സ്റ്റിയറിംഗ് കമ്മിറ്റി അംഗവും പാലാ കൃഷിഭവൻ ഉപദേശക സമിതി അംഗവുമായിരുന്നു കുര്യച്ചൻ. പാലായിലെ ആദ്യകാല വ്യാപാരിയായിരുന്നു. എടത്വ പച്ചക്കാവില വീട്ടിൽ കുടുംബാംഗമാണ് ഷേർലി. മക്കൾ ഏഞ്ചല കുര്യൻ, അന്യ കുര്യൻ, എബി കുര്യൻ എന്നിവരാണ്. ഒരേ ദിവസം തന്നെ ഇത്തരത്തിൽ സ്വന്തം അച്ഛൻ്റെ സംസ്കാര ചടങ്ങ് നടക്കുമ്പോൾ തന്നെ അമ്മയും മരണപ്പെട്ടതിൻ്റെ ദുഃഖത്തിലാണ് ആ കുടുംബവും അദ്ദേഹത്തിൻ്റെ മക്കളെല്ലാവരും ചേർന്ന്. ഇന്നത്തെ കാലത്ത് സ്വന്തം സ്വാർത്ഥ താല്പര്യങ്ങൾക്ക് വേണ്ടി അല്ലെങ്കിൽ പലതരത്തിലുള്ള ലഹരിക്കും അടിമയായിക്കൊണ്ട് സ്വന്തം അച്ഛനെയും അമ്മയെയും അതിക്രൂരമായി കൊലപ്പെടുത്തുന്ന ഒരു കാലമാണ്. കഴിഞ്ഞ 2 ദിവസമാണ് ഇടുക്കിയിൽ നമ്മൾ ഇത്തരത്തിലൊരു സംഭവം കേട്ടിരുന്നു. സ്വന്തം അച്ഛനെയും അമ്മയെയും ഒരു മകൻ അതിക്രൂരമായി വെട്ടിക്കൊലപ്പെടുത്തിയ വാർത്ത. അത്തരത്തിലുള്ള വാർത്തകളൊക്കെ വരുമ്പോൾ വളരെ നടുക്കം മാത്രമാണ്. കാരണം ഇത്രയേറെ മാനസിക നില തെറ്റിയ നിലയിലാണോ ഇന്ന് ആളുകൾ പെരുമാറുന്നത് എന്നൊരു നടുക്കം എല്ലാവരിലും ഉണ്ടാവും. ആ ഒരു മരണവാർത്തകൾ അത്തരത്തിലുള്ള കൊലപാതകങ്ങൾക്കിടയിലാണ് സ്വന്തം ഭർത്താവിനെ വേർപിരിഞ്ഞ ദുഃഖത്തിൽ ഇപ്പോൾ നെഞ്ചുപൊട്ടി സ്വന്തം ഭാര്യയും അന്ത്യചുംബനം നൽകി കുഴഞ്ഞു വീണ വാർത്ത വരുന്നത്.